പിന്നെ വന്ന ഒരു ഇപ്പൊ വാഴ എന്ന സിനിമ വിജയിച്ചുവെങ്കിൽ അതിനർത്ഥം എന്ത്, അതിലെന്ത് കണ്ടന്റാണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്? സഹോദരൻ സഹോദരി, അമ്മായും മകനും, അല്ലെങ്കിൽ അച്ഛനും മകനും, ഇതെല്ലാത്തിനേക്കാൾ ഉപരി സഹോദരനും സഹോദരി, അങ്ങനെയുള്ള പല ഘടകങ്ങളും ചേരുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എന്തും അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ അത് അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്താനുള്ള. അപ്പൊ ഈ വരികൾ സിമ്പിൾ ആക്കണം, ആ ഐഡിയ എങ്ങനെയാ കിട്ടിയത്? വരികൾ ഇങ്ങനെ തന്നെയായിരുന്നു. മലയാളത്തിൽ ഇപ്പം നമ്മുടെ എൻ്റെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് അല്ലെങ്കിലും നമുക്ക് പ്രിയദർശൻ ചേട്ടൻ്റെ ലിറിക്സ് എടുക്കാം. അദ്ദേഹത്തിന്റെ വരികളെല്ലാം സിമ്പിളാണ്. സിനിമയിലെ എല്ലാ പാട്ടുകളിലെയും കാവ്യാത്മകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ഉള്ളിൽ തുഴച്ചു കയറുന്ന വരികളാണ്. പാടം പൂത്ത കാലം ഏതെടുത്താലും. അപ്പൊ അതിലൂടെ എനിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ലിറിക്സ് ഇങ്ങനെ ആവണമെന്ന്. ഇപ്പൊ എക്സാമ്പിൾ, ഐ ആം വെരി സോറി, ഒരു 4000 സോറി, ആ തെലുങ്കിലെ വാക്ക് മറ്റൊരു വാക്ക്. അപ്പൊ ആ വാക്കിന് ഒരിക്കലും ചേരുന്നതല്ല. ഈ നമ്മുടെ ചിരിച്ചിക്കൊഞ്ചണം ഒരു സോങ് തന്നെ, അത് എക്സാമ്പിൾ അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതൊരു സ്ട്രൈക്കിംഗ് വേർഡായിരിക്കണം, അത് പല്ലവിയിൽ ചേരണം. അങ്ങനെയൊക്കെ ചേരുന്ന വാക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ. ഇപ്പം എക്സാമ്പിൾ, ഈ അലാ വൈകുണ്ഠപുരം, അങ്ങ് വൈകുണ്ഠപുരത്തിൽ, അത് ആ സിനിമയിൽ ഒരു വാക്ക്, വരിയുടെ സിനിമ പാട്ട് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അതിലൊരു സിനിമയിൽ ഒരു വാക്ക് അദ്ദേഹം പിന്നീട് ഇദ്ദേഹമാണ് എഴുതിയത്, നമ്മളെ കാട്ടാക്കട, ഇതിന്റെ പേര് മുരുകൻ കാട്ടാക്കടയാണ് എഴുതിയത്. പക്ഷെ അതിന്റെ പല്ലവിയിലെ ആ വാക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞു കൊടുത്തത് സ്വീകരിച്ചു. അത് വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ നമിക്കുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ വരികളാണ്. എന്തോ ഒരു സിംഹമാണ് ആ വരി, അതിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ആ വരിയുടെ പല്ലവി അതിൽ നിന്നും തുടങ്ങണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആ വാക്ക് സ്വീകരിച്ചു. അപ്പൊ ഞാൻ എഴുതുന്നതിന് പകരം എന്നേക്കാൾ മികച്ച രീതിയിൽ മുരുകൻ കാട്ടാക്കട ആ പാട്ട് എഴുതി. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു മികവാണ് ആ വരികളിലുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിംഗരാജൻ ചിരിക്കുന്നു. സിംഗരാജൻ ചിരിക്കുന്നു, ആ വാക്ക് എൻ്റെ വാക്കാണ്. അത് അദ്ദേഹത്തിന് ഇൻസൾട്ട് മോശമായിട്ട് കണ്ടേക്കരുത്, അപേക്ഷയാണ് എൻ്റെ. സിംഗരാജൻ ചിരിക്കുന്നു, സിംഗരാജൻ ചിരിക്കും. കാരണം ആ അല്ലു അർജുൻ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ഒരു സെപ്പറേഷനുള്ള ഒരു വാക്ക് കൊടുത്തില്ല എങ്കിൽ ആ സിനിമയിൽ ജീവൻ ഉണ്ടാവില്ല. ആ രീതിയിലാണ് അല്ലു അർജുൻ്റെ ആ ഒരു എൻട്രി പറഞ്ഞത്. അപ്പോൾ ഇവൻ പാടുമ്പോ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന തമിഴ് ഡയറക്ടറാണ് വില്ലനായിട്ട് വരുന്നത്. സമുദ്രകനി വരുമ്പോ അവിടെ നിന്ന് വരുന്നതിനൊരു പഞ്ച് വരണമെങ്കിൽ സംതിങ് ഷുഡ് ബി, അവിടെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യലുള്ള ഒരു വാക്ക് വരണം. അപ്പോൾ ആ പൊട്ടൻഷ്യലുള്ള വാക്കാണ് സിംഗരാജൻ ചിരിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ ഓരോ വാക്ക്, ഇപ്പം തുറവൂര് എഴുതിയാലും ചില സജഷൻസ്, കൊച്ചു സജഷൻസ് ഞാൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ ആയാൽ നന്നാവൂലേ, അവരായിരിക്കും തീരുമാനിക്കണം. നമ്മൾ അതെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷനിൽ വന്നത് തന്നെ. അറിയായിരുന്നോ? തീർച്ചയായിട്ടും നോട്ടി ലിറിക്സ് എപ്പോഴും വർക്കൗട്ട് ആവും. 100%. നോട്ടി ലിറിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ തെരഞ്ഞു പിടിച്ചെടുക്കുന്നതാണ്. അത് ജോഫിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ജോഫി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂടെ ഇരുന്നത്. ഈ 4 ദിവസവും എഴുതിയ ലിറിക്സും, അന്നൊക്കെ നമ്മളൊരു സോങ് എഴുതാൻ തന്നെ ഒരാഴ്ച എടുക്കും, 4 ദിവസവും 5 ദിവസവും എടുക്കും. ഇന്നാണ് പിന്നെ അതിന്റെ ട്രാക്കിൽ എല്ലാവരും ആയിക്കഴിഞ്ഞു. അപ്പൊ അന്നുള്ള കാലഘട്ടത്തിന് മാച്ചാവുന്ന തരത്തിലേക്ക് നമ്മൾ ഇതെത്തുമ്പോൾ ഈ എഫിഷ്യൻസി, അതായത് ആ എടുക്കുന്ന എഫേർട്സ് എന്ന് പറയുന്ന രജിസ്റ്റർ ആവുന്നത് ആ നോട്ടി ലിറിക്സ് അല്ലെങ്കിൽ ചേരുമ്പടി ചേരുന്ന തരത്തിലുള്ള വാക്കുകളുടെ. അത് മാത്രമല്ല നമ്മൾ നോക്കുന്ന ഒരു പ്രാസവും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഹൈദരാബാദ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈദരാബാദിനെ പറ്റി ഓർക്കുമ്പോൾ ഏതൊരു മലയാളിക്ക് സാധാരണഗതിയിൽ ഓർമ്മ വരുന്ന പാട്ട് ചൽ 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 മേരെ സാത്തി. ഞാനിപ്പോൾ ഹൈദരാബാദിൽ
അനുരാഗ് പടവുകൾ തേടി നല്ലൊരു ജീവിത ലക്ഷ്യം തേടി. ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ഒരു വരികളാണ്. നല്ലൊരു ജീവിത ലക്ഷ്യം തേടി എന്നൊന്നും സാധാരണ പാട്ടിനകത്ത് വരില്ല. ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള കാര്യം എന്താ? ഈ സിനിമയിൽ ഇവൻ പാലക്കാട്, ഇപ്പം പാലക്കാട് നിന്നാണ് വണ്ടി കയറുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇതിപ്പം ബോർഡും ഒക്കെ ഈ പുതിയ വെർഷനിൽ പാലക്കാട് നിന്ന് തന്നെയാണ് ഇത് ചെയ്ത് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാലക്കാട് നിന്ന് ഇവൻ വണ്ടി കയറി കേരളത്തിൽ വയനാട്ടിലുള്ള പയ്യൻ പാലക്കാട് നിന്ന് പോകുന്നതായിട്ടാണ് ഈ സിനിമയിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഡബിങ്. ഇന്നിപ്പോ ഡബിങ് സിനിമയിൽ അതിന് ആവശ്യമില്ല, അന്നത്തേല് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ആര്യ വണ്ണില് ആ നിങ്ങൾ ചോദിച്ച രണ്ടാമതേക്ക് വരാം. ആ ചൽ ചൽ മേരെ ഇതിലെ ആര്യ വണ്ണിലെ ആ ബോർഡുകള് ആ സമയത്ത് അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല. അതായത് ഗ്രാഫിക്സ് റീവർക്ക് ചെയ്ത് പേരും ലോഗോ മറ്റുള്ള അവലൊരു ലെറ്റർ വായിക്കുന്നു, ലവ് ലെറ്റർ വായിക്കുന്നു. അത് ഞാൻ സോ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇത് ചെയ്യുന്ന അല്ലു അർജുൻ എഴുതിയതുപോലെയുള്ള ഒരു ലെറ്റർ വായിക്കുന്നു. അത് മാത്രമല്ല ബിഗിനിങ്ങിൽ ഒരു സീനിൽ ഒരു ഗ്രാഫിക്സ് ഷോട്ടുണ്ട്. ഇത് റീവർക്ക് ചെയ്യാൻ ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ അവിടെ ഹൈദരാബാദിലുള്ളൂ, പ്രൈം ഫോക്കസ്, ഇന്നത്തെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ലീഡിങ്. ആ പ്രൈം ഫോക്കസുമായിട്ട് കോൺട്രാക്ട് ചെയ്യാണ്. ആ കോൺട്രാക്റ്റിലൂടെയാണ് ആര്യ വണ്ണിലെ അന്നൊക്കെ ചിന്തിക്കില്ല ആരും. അല്ല, ഞാൻ പറയുന്നത് സാർ, ഇത് ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളൊരു പടത്തിന്റെ ഷോട്ട് ഫ്രീസ് ചെയ്ത് അതിൽ VFX ആഡ് ചെയ്യാൻ വളരെ വളരെ ശ്രമകരമായിട്ടൊരു കാര്യം. അതായത് ഓൾറെഡി റെൻഡർ ചെയ്തൊരു ഔട്ടിൽ നിങ്ങൾ പിന്നെയും പണിതോണ്ടിരിക്കും. റെൻഡർ ചെയ്തിട്ടില്ല, അന്ന് റെൻഡർ അല്ല, നെഗറ്റീവ് എന്നാണ് കോപ്പി എടുക്കുന്നത്. യെസ്, നെഗറ്റീവ് ആണ് കോപ്പി എടുക്കുന്നത്. അന്ന് ഡിജിറ്റൽ പോലും ഇല്ല. അന്ന് ഡിജിറ്റൽ അല്ല, നെഗറ്റീവ് ഞാൻ കോപ്പി എടുത്ത്, അതിന്റെ പ്രോസസ്സിങ് വലുതാണ്. നെഗറ്റീവ് കോപ്പി എടുത്ത് ആ കോപ്പിയുടെ ഡബിൾ പോസിറ്റീവ് അല്ല, ഡബിൾ പോസിറ്റീവ് എടുത്ത് വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് അത് കളർ ചെയ്ത് അത് ക്ലാരിഫൈ കറക്റ്റ് മാച്ച് ചെയ്യിപ്പിച്ച് പിന്നെ അതിനെ വെച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ സിങ്ക് ആക്കണത്. സിങ്ക് ആക്കി വെച്ച് മാച്ച് ചെയ്യിപ്പിക്കുന്നത്. അത് 2-3 ഘട്ടങ്ങളിൽ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ആര്യയിലെ ഓരോ ഷോട്ട്സും അല്ലെങ്കിൽ റീവർക്ക്. ഇന്നിപ്പം ഒരു ഗ്രാഫിക് ഷോട്ട് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് മാജിക്കിൽ എടുത്തിട്ടാൽ മാത്രം അത് പയ്യന്മാർക്ക് ഈസി ആയിട്ട് ചെയ്യാം. അന്ന് അങ്ങനെയല്ല. അന്ന് അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു എഡിറ്റിംഗ് ടേബിളിൽ തന്നെ നമ്മൾ അന്നൊക്കെ ഈ എഡിറ്റിംഗ് ടേബിളാണല്ലോ. എഡിറ്റിംഗ് ടേബിളിൽ നമ്മൾ നോക്കിയിട്ട് ഇത് ഇന്ന ഷോട്ട് ഇത്ര ഫ്രെയിം, ഇന്ന ഫ്രെയിമിൽ ഇത്ര ഇത് ചെയ്യണം, അതിന് മാച്ചാവുന്ന ഇത് ചെയ്യണം, കൈയക്ഷരം ചേർക്കണം. അതിനൊക്കെ ഓരോ വിങ്ങിലും കൂടെ ഇരുന്ന് അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ആര്യ വണ്ണിൽ തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഹാപ്പിയിലെ കാര്യം, ഹാപ്പിയിൽ ലിറിക്സിൽ തുറവൂരിനറിയാം. തുറവൂർ എഴുതുമ്പോൾ നമ്മളതിൻ്റെ ബേസിക് ഘടനയാണ് എടുക്കുന്നത്. ബേസിക് അയാൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു, അവിടെ പോയിട്ട് ഹൈദരാബാദ് എത്തിയിട്ട്, അപ്പം അതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. അതില് ഈ ഹാപ്പി അടിപൊളി ലുക്ക് ആയ ഹാപ്പി, അതിൽ 2 വേർഷൻ വരുന്നുണ്ട്. ആദ്യം നോർമൽ യങ്സ്റ്റേഴ്സ് പെണ്ണുണ്ടേൽ ഹാപ്പി, അത് കഴിഞ്ഞിട്ട് ഈ ബണ്ണി എന്നുള്ള ക്യാരക്ടറുടെ വേർഷൻ വരുന്നുണ്ട്. അതിൽ മാറും. അതിൽ വേറെ തന്നെ അതായത് പോക്കറ്റ് മണി ഉണ്ടേൽ ഞാൻ ഹാപ്പി, അതായത് ഇവിടെ മൊത്തം ഗേൾസും പബും ലൈഫുമായിട്ട് അവസാനം ഈ ക്യാരക്ടറിന്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറും. അത് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനൊക്കെ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഒരു സിനിമ ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിരുന്നാൽ ഒരു സിനിമയുടെ ഒരു ഇപ്പം ഞാൻ ലാസ്റ്റ് അല്ലു അർജുൻ്റെ പടം ചെയ്ത അങ്ങ് വൈകുണ്ഠപുരമാണ്. അതിലെനിക്ക് വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇടപെടേണ്ട കാര്യം വളരെ സീരിയസ് ആയിട്ട് വേണ്ടി വന്നത് ഒരൊറ്റ സോങ്. അതായത് ഈ അല്ലു അർജുൻ അങ്ങ് വൈകുണ്ഠപുരത്തിൽ ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ഒരു 5-6 സോങ് പാടുന്നു. ഈ 5-6 സോങ്ങും ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതിയിട്ട്, ഇത് എഴുതുന്നതല്ല, അതിന് മാച്ചാവുന്ന തരത്തിൽ അതിൻ്റെ RR എടുക്കണം. സാറാണ് എഴുതിയത് വരികൾ. ആ വരികൾ
സിനിമയിലെ പാട്ടുകളല്ല, അല്ല ആ തുണ്ട് ബിറ്റുകളല്ല, മറ്റേ മീറ്റിംഗ് ടേബിളിലെ ആ സീക്വൻസ് അല്ലേ? ആ സീക്വൻസ് അല്ല ഞാൻ എഴുതിയത്. ഒരൊറ്റ രാത്രി അത് ഭയങ്കര പാടാ. കാരണം എന്താ വെച്ചാ തെലുങ്കില് അവിടുത്തെ പവൻ കല്യാണം, ചിരഞ്ജീവി ഒക്കെ റെഫറൻസിൽ വരുന്ന പാട്ടുകളാണ്. അത് നമുക്ക് ഇവിടെ ഒരിക്കലും ആ മാച്ചിങ് പാട്ടുകൾ കിട്ടില്ല. ഇതില്ല. അതൊന്ന്. രണ്ട്, അതിൻ്റെ മ്യൂസിക് ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം പോലെയല്ല. മ്യൂസിക് ഒരു സിനിമയ്ക്കാണ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം തമ്മൻ എൻ്റെ അടുക്ക പറഞ്ഞ അതിൻ്റെ മ്യൂസിക് തരില്ല, നമ്മുടെ കയ്യിൽ ബേസ് ഇല്ല, മെയിൻസ്ട്രാക്കില്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാറ്റിയേ പറ്റൂ. സിനിമയിൽ വരണമെങ്കിൽ ആ മ്യൂസിക് ബേസ് നീ തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ അയാളുടെ അസിസ്റ്റൻറ്റിനെ എൻ്റെ കൂടെ വിട്ടു തന്നു. തമ്മൻ അസിസ്റ്റൻ്റെ വിട്ടു തന്നു. ഒരു ദിവസം രാത്രി കൊണ്ട് അവിടെ ഉള്ള പല സിംഗേഴ്സും മലയാളികളാണ്, അല്ലാത്ത 2 പേരും ഉണ്ട്. 2-3 പേരെ കൊണ്ട് ഓരോ വോയിസ് ഓരോ രീതിയിലാണ് പാടിപ്പിച്ചത്. 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരൊറ്റ രാത്രി കൊണ്ട് അയാളുടെ അസിസ്റ്റൻറ്റിനെ വെച്ച് ഞാൻ അതിൻ്റെ കീബോർഡ്, അത് അതിൻ്റെ നമുക്കിവിടെ സിമ്പിളായിട്ട് പറയാം, രാത്രി നടക്കുന്നത് 2:30-3 മണിക്കാണ് ആ സംഭവം നടക്കുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാം. രാത്രി 2:30 മണിക്കാണ് ആ കുട്ടികൾ പാടാൻ വേണ്ടി എൻ്റെ അടുക്ക പറഞ്ഞത്. അതിന് മുന്നേ ഒരു പാട്ട്, ഏതോ ഒരു പാട്ട് ഞാൻ പാടിപ്പിക്കുകയാണ്. തമ്മൻ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ നോക്കുക ആ പാട്ടിൻ്റെ ലിറിക്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഏത് പാട്ടാണെന്ന് എൻ്റെ മെമ്മറി വരുന്നില്ല. അത് തമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ പറയാണ്, ഇത് നോക്കുക അതിൻ്റെ ലിറിക്സ് കറക്റ്റ് ആണോ. അത് പാടി കഴിഞ്ഞതിന് ശേഷം മലയാളം വേർഷൻ്റെ കാര്യമാണ് പറയണത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് തരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആ ലിറിക്സും ആ ഒരു ഇതും സോങ്സിൻ്റെ ആ മൊത്തം ഇതുകളും ചെയ്തെടുക്കുകയാണ്. അപ്പോഴും ട്രാക്ക് കറക്റ്റല്ല, പിന്നെയാണ് ട്രാക്ക് സിങ്ക് ചെയ്തത്.